ഏപ്രിൽ 13 നടക്കാനിരിക്കുന്ന ആഗോള പ്രീമിയറിൽ തങ്ങളുടെ ആഡംബര മൾട്ടിപർപ്പസ് വെഹിക്കിൾ സ്റ്റാരിയ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹ്യുണ്ടായി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദക്ഷിണ കൊറിയൻ നിർമ്മാതാക്കൾ സ്റ്റാലക്സ് MPVയുടെ പിന്മുറക്കാരായി വാഹനത്തിന്റെ നിരവധി ടീസറുകൾ പങ്കുവച്ചിരുന്നു. ക്രൂയിസ് കപ്പലിന്റെ ലോഞ്ചിൽ നിന്ന് പ്രചോദനമേറ്റ ഇന്റീരിയറാണ് സ്റ്റാരിയയിൽ നിന്ന് ഹ്യുണ്ടായി നേരത്തെ പറഞ്ഞിരുന്നു. ഹ്യുണ്ടായി പുറത്തിറക്കിയ ഏറ്റവും പുതിയ ടീസർ വീഡിയോയിൽ കമ്പനി എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുന്നു. നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ MPV ഉള്ളിൽ വളരെ വിശാലമായി കാണപ്പെടുന്നു. കൂടാതെ മികച്ച സീറ്റിംഗ് ക്രമീകരണവുമുണ്ട്. ഒന്നാമതായി വലിയ പാനോരാമിക് വിൻഡോകൾ ചുറ്റുപാടുകളുള്ള വിശാലമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു. ഇത് ഉൾവശത്ത് വെളിച്ചവും വായുസഞ്ചാരവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഹ്യുണ്ടായി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് സ്ഥലത്തിന്റെ പുതിയ മാനം യഥാർത്ഥത്തിൽ മധ്യനിരയിലെ സീറ്റുകളുടെ ക്രമീകരണമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റാരിയ ആഡംബര MPVക്ക് റെക്ലീനർ ക്ലച്ചുകൾ പോലെയുള്ള ക്യാപ്റ്റൻ സീറ്റുകൾ പിന്നിൽ നൽകാനൊരുങ്ങുന്നു. പരമ്പരാഗതമായി 3 നിരയിൽ സീറ്റുകൾ വിഭജിക്കുന്നതിനു പകരം പരസ്പരം അഭിമുഖീകരിക്കുന്ന തരത്തിൽ സീറ്റുകൾ ക്രമീകരിക്കാൻ ഹ്യുണ്ടായി തീരുമാനിച്ചു. സഹയാത്രികരുമായി കൂടുതൽ അകലം പാലിക്കാനും ഒപ്പം കൂടുതൽ ലെഗ് റൂമുകൾ നൽകാനും ക്യാബിനകത്ത് സ്പേസ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് അനുവദിക്കുന്നു. പിൻസീറ്റുകളും തികച്ചും പരന്നതാണ്. സ്റ്റാരിയയ്ക്കൊപ്പം ക്യാബിൻ നടത്താൻ തീരുമാനിച്ചാൽ സീറ്റുകളിൽ കുറഞ്ഞ 2 എണ്ണമെങ്കിലും മതിയായ വലിയ കിടക്കയാക്കി മാറ്റാം. കോക്പിറ്റ്, ഫ്ലോർ ഏരിയ, അകത്തെ പാനലുകൾ എന്നിവ കവർ ചെയ്യാൻ കഴിയുന്ന 64 വ്യത്യസ്ത കളർ ഓപ്ഷനുകളുള്ള ആംബിയൻ ലൈറ്റിംഗും ഹ്യുണ്ടായി ചേർത്തു. വാണിജ്യ വാഹനമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ ഈ മുഴുവൻ സീറ്റ് ഏരിയയും ഒരു വലിയ ഗുഡ്സ് മേഖലയാക്കി മാറ്റാം. കൊറിയൻ പരമ്പരാഗത ആർക്കിടെക്ചറായ ഹനോക്കിനാൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്റ്റാരിയ MPVയുടെ ഇന്റീരിയർ എന്ന് ഹ്യുണ്ടായി പറയുന്നു. പൂർണ്ണമായും ഡിജിറ്റൽ കോക്പിറ്റിന്റെ ആധിപത്യമുള്ള പ്ലഷ് ക്യാബിനും ഇന്റീരിയറിൽ എടുത്തു കാണിക്കുന്നു. മുൻവശത്ത് 10.25 ഡിസ്പ്ലേയും ടച്ച് ഫംഗ്ഷനോട് കൂടിയ സെൻട്രൽ കൺസോളും വാഹനത്തിലുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡാഷ്ബോർഡിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു.